നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്ന് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തി, ഇന്ന് കല്ലറയിൽ പോയി കുമ്പിടുന്നു. നിലപാടുകളുടെ രാജാവെന്ന് PR ഗ്രൂപ്പ് തള്ളുന്ന VD സതീശന്റെ ഓരോ ഉഡായിപ്പുകളെ. ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രി കസേര കൊടുക്കാത്തതിൽ കലിയിളകി സതീശൻ കാണിച്ചു കൂട്ടിയതൊക്കെ കേരളത്തിന് നല്ല ബോധ്യമുണ്ട്. സോളാർ കേസിൽ ആരോപണങ്ങളുടെ തീച്ചൂളയിൽ ഉരുകിയപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന എന്തന്വേഷണവും പ്രഖ്യാപിച്ചുകൊള്ളൂ, നടത്തിക്കൊള്ളൂ എന്ന് തുറന്നടിച്ച ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടതാണ്. എന്നാൽ കൂടെ നിന്ന സതീശനടക്കം പക വീട്ടാൻ ആയുധമാക്കിയപ്പോഴാണ് ഉമ്മൻചാണ്ടി തളർന്നുപോയത്. സ്വന്തം പാർട്ടിക്കാർ ആ മനുഷ്യനെ പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ അത്രയും വരില്ല മറ്റാരും ചെയ്തത്. അതേ സതീശൻ ഇന്ന് കിട്ടുന്ന വേദികളിലെല്ലാം ഉമ്മൻചാണ്ടി പുണ്യാളനാണെന്ന് വെച്ചലക്കുകയാണ്. ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉമ്മൻചാണ്ടി ആ പേര് തന്നെ വേണം കോൺഗ്രസിന് ഭരണം പിടിക്കാൻ. മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയുടെ കാൽക്കൽ വീണ് കുമ്പിടുകയാണ് ഇപ്പോൾ. അതാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സതീശൻ ഇപ്പോൾ ചിലതൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി പക്ഷക്കാർ സതീശന്റെ ഇരട്ടത്താപ്പുകൾ പച്ചയ്ക്ക് തുറന്നടിക്കുന്നത്. സൈബറിടത്തിൽ ചർച്ചയാകുന്നതും സതീശന്റെ തനി നിറമാണ്. 2011 മന്ത്രിയാകാതെ പോയതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സതീശൻ പറഞ്ഞ മറുപടികളാണ് വലിയ ചർച്ചയായി മാറുന്നത്. 2011 താങ്കൾ മന്ത്രിയാകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടായില്ല. ഉമ്മൻചാണ്ടി ഇതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് മനസ്സ് തുറന്നു എന്ന് അടുത്തിടെ പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത വിഷയമാണിത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടനെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടി വിളിച്ചു പറഞ്ഞു. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന യോഗം കഴിഞ്ഞപ്പോൾ ഏത് വകുപ്പാണ് തരാൻ കഴിയുക എന്നുവരെ സൂചിപ്പിച്ചു. എന്നേക്കാൾ സീനിയറായ ആര്യാടൻ മുഹമ്മദ്, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K ബാബു തുടങ്ങിയവരൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഏത് വകുപ്പായാലും കുഴപ്പമില്ല, അത് താങ്കൾ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. വൈകുന്നേരം മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഞാനില്ല. അതിൻ്റെ കാരണം അന്വേഷിക്കാനൊന്നും ഞാൻ പോയില്ല. മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിട്ട് ആകാതെ പോയപ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ടായി. ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് നേരത്തെ KSU സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ അത് സ്വാഭാവികം എന്നായിരുന്നു സതീശൻ പ്രതികരിച്ചത്. മറ്റൊരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നത് അന്ന് താങ്കളെ ഒഴിവാക്കാൻ ഏതെങ്കിലും ബാഹ്യശക്തികൾ ഇടപെട്ടോ എന്നായിരുന്നു. അതിൻ്റെ കാരണം ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു. പക്ഷേ എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ഞാൻ ഒരിക്കലും പുറത്തു പറയില്ല. അതുകൊണ്ടൊന്നും ഞാൻ പ്രവർത്തനത്തിൽ മാറി നിന്നില്ല. അന്ന് നിയമസഭയിൽ സർക്കാരിൻ്റെ പ്രതിരോധത്തിൻ്റെ കുന്തമുന പലപ്പോഴും ഞാനായിരുന്നു. ഉമ്മൻചാണ്ടി സൂചിപ്പിച്ച അന്നത്തെ സംഭവത്തിലെ വ്യക്തി ഇന്നും സജീവമാണോ എന്നുള്ള ചോദ്യത്തിന് അതൊക്കെ രാഷ്ട്രീയമല്ലേ, അതേക്കുറിച്ച് ഞാൻ ഒരു സൂചന പോലും തരില്ല. എനിക്ക് സംഭവിച്ചത് പുതുതലമുറയിലെ ചെറുപ്പക്കാർക്ക് സംഭവിക്കരുത് എന്ന് നിർബന്ധമുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ നേരത്തെ റിട്ടയർ ചെയ്യുന്നത് ഞാനായിരിക്കും. ചെറുപ്പക്കാർക്കായി മാറിക്കൊടുക്കണം. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തെ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന രീതിയിൽ മികച്ചതാണെന്ന് പറയുന്നുണ്ട്. ഇതേ പദവിയിൽ നേരത്തെ ശോഭിച്ച ആളാണ് VS അച്യുതാനന്ദൻ. മന്ത്രിയൊന്നുമാകാതെ പിന്നീട് പ്രതിപക്ഷ നേതാവായ ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആൾ. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ ഭരണരംഗത്ത് അതേ മികവ് പുലർത്താൻ സാധിച്ചില്ല എന്നൊരു വിമർശനമുണ്ട്. പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് VS മുഖ്യമന്ത്രിയാകുമെന്ന് പൊതുസമൂഹം സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ചില ഭൂമി വിഷയവും ലോട്ടറി വിഷയവും അന്ന് ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി VS എന്നോടൊപ്പമായിരുന്നു. ലോട്ടറി വിഷയത്തിൽ അദ്ദേഹം അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിനൊപ്പമായിരുന്നില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് MLA ആയിരുന്നപ്പോൾ VS വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്നതിനാൽ ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടത്ര മികവുണ്ടായിരുന്നില്ല. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും അടിത്തട്ടിൽ പ്രവർത്തിച്ച നേതാവ് എന്ന നിലയിലും അദ്ദേഹത്തിന് MLA എന്ന നിലയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയായപ്പോൾ ഇത് അദ്ദേഹത്തിന് ന്യൂനതയായി മാറി. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭയുമായി താരതമ്യം ചെയ്യുമ്പോൾ VS മന്ത്രിസഭയിൽ കുറെ പ്രഗത്ഭരുണ്ടായിരുന്നു. അതൊരു നല്ല ടീമായിരുന്നു. അന്ന് വളരെ ശ്രദ്ധിച്ചു മാത്രമേ സഭയിൽ മന്ത്രിമാരെ നേരിടാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇപ്പോൾ വളരെ എളുപ്പമാണ്. പറയാതെ വയ്യ. കേരളത്തിലെ മുഴുവൻ
മന്ത്രിസഭകളെയും എടുത്തു പരിശോധിച്ചാൽ കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിസഭ ഇന്നത്തേതാണ്. അവരെല്ലാവരും അങ്ങനെയാണെന്നും എടുക്കരുത്. മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ സെലക്ഷനാണ്, അതിൽ പാളിപ്പോയി. ഒന്നാം പിണറായി മന്ത്രിസഭ ഇത്ര മോശമായിരുന്നില്ല. അവർ പരാജയപ്പെട്ടു. പക്ഷേ ഇപ്പോഴത്തേത് സമ്പൂർണ്ണ പരാജയമായി. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ മന്ത്രിസഭയ്ക്കൊന്നും സംഭാവന ചെയ്യാൻ കഴിയാതെ പോയി. ഇത് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് പറയുന്നതല്ല. ഇതായിരുന്നു വി ഡി സതീശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതിൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്താതെ ഉമ്മൻചാണ്ടിയെ തലപ്പൊക്കത്തിൽ എടുത്തു വെച്ചുകൊണ്ടൊക്കെയാണ് വി ഡി സതീശൻ പ്രതികരിക്കുന്നത്. എന്നാൽ മന്ത്രി കസേര കിട്ടാതെ വന്നപ്പോൾ ഇതായിരുന്നില്ല സതീശന്റെ നിലപാടുകൾ. സതീശൻ ഗ്രൂപ്പ് അന്ന് ഉമ്മൻചാണ്ടിയെ ചോദ്യമുനയിൽ നിർത്തി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകാരെ മന്ത്രിസഭയിൽ തള്ളിക്കയറ്റുന്നതിന് വേണ്ടി സതീശനെ തള്ളിക്കളഞ്ഞു എന്ന്. സതീശന്റെ കാലുവാരി സതീശന് മന്ത്രി കസേര കൊടുക്കാതെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി എന്നൊക്കെയായിരുന്നു വലിയ പോര് അന്ന് സതീശൻ പക്ഷക്കാർ ഇളക്കിവിട്ടത്. അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് വി ഡി സതീശൻ തന്നെയായിരുന്നു. ഇത് ഉമ്മൻചാണ്ടി പക്ഷക്കാർ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ആരും ചെളിവാരി എറിയാതിരിക്കാനുള്ള പരമാവധി നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എത്രയങ്ങോട്ട് നന്നാകാൻ നല്ലത് എന്ന് കാണിക്കാൻ ശ്രമിച്ചാലും അങ്ങോട്ട് മെനയാകുന്നില്ല. ഉമ്മൻചാണ്ടിയെ അന്ന് കുറ്റം പറഞ്ഞതിൻ്റെ പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ ആ ഒരു കളങ്കം അത് വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. കാരണം ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ സ്വന്തം നേതാവാണ്. ഓരോ മലയാളിയുടെയും ഉള്ളിലാണ് ഉമ്മൻചാണ്ടി ഇരിപ്പുറപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ പറയേണ്ടി വരുന്നത് മറ്റൊരു നേതാവിനെ നിങ്ങൾക്ക് ഉയർത്തിക്കാണിക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ഇപ്പോൾ ഭരണപക്ഷത്തിൻ്റെ പിഴവുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവരുടെ നേതാക്കൾ കൊള്ളില്ല, മികച്ചവരല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് യോഗ്യതയുണ്ട് എന്നുള്ളതും ഒരു ചോദ്യമാണ്. വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോഴും നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഉമ്മൻചാണ്ടിയുടെ പേര് മാത്രമാണ്. അത് ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഒരു ഓറയാണ്. അതിനെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ കല്ലറയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും ഓരോ കോൺഗ്രസ്സുകാരനും. അങ്ങ് കൊമ്പത്തുള്ള കോൺഗ്രസ്സുകാരനും അവിടെ പോയി കുമ്പിടും. കാരണം അവിടെയാണ് ജനകീയതയുള്ളതെന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ പോലെ ആകാനാണ് ഓരോ കോൺഗ്രസ്സുകാരനും ശ്രമിക്കേണ്ടത്. അത്രയും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും എത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വിജയമായിട്ട് നമ്മൾ സമ്മതിക്കും. എന്തായാലും ഇപ്പോൾ വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വി ഡി സതീശന് മറുപടികൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, സൈബർ ഇടത്തിൽ വി ഡി സതീശന് ഒരുപാട് മറുപടി കിട്ടുന്നുണ്ട്. രാഹുൽ ആർമിയും ഷാഫി ആർമിയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വി ഡി സതീശനിട്ട് പൊട്ടിക്കുന്നുണ്ട്. കാരണം അധികാര കസേര കിട്ടുന്നതിന് വേണ്ടി ആരുടെയും കാല് വാരാൻ സതീശൻ ഒരു മടിയുമില്ല എന്നാണ് ഇപ്പോൾ പരക്കെയുള്ള ഒരാക്ഷേപം. പറവൂരിൽ സതീശനെ തീർക്കണമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് CPM. എന്നാൽ പറവൂരിൽ സതീശൻ തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിൽ തന്നെയുണ്ട്. പിണറായി വിജയനും സതീശനും ഇരുവരും കൈപിടിച്ചുയർത്തിയവരെ പിന്നിൽ നിന്ന് കുത്തി അധികാരം വെട്ടിപ്പിടിച്ചവരാണ്. പിണറായി വിജയന്റെ ചരിത്രം എന്താണ്? തന്നെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തിയ VSന്റെ തല ചവിട്ടി മെതിച്ച് മുകളിലേക്ക് കയറി വന്ന ആളാണല്ലോ. അതേ ഒരു പാത തന്നെയായിരുന്നു വി ഡി സതീശനും പിന്തുടർന്നത്. ഉമ്മൻചാണ്ടിയെ ചവിട്ടി മെതിച്ച് മുകളിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും ഒക്കെ വകഞ്ഞു മാറ്റി പ്രതിപക്ഷ നേതാവിൻ്റെ കസേര പിടിച്ചു. ഇന്നിപ്പോൾ തനിക്ക് മുൻപിലുള്ളത് മുഖ്യമന്ത്രി കസേരയാണ്. അതിനുവേണ്ടിയുള്ള പെടാപ്പാടാണ്. പക്ഷേ വി ഡി സതീശൻ പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുന്നു, ഗ്രൂപ്പുകൾക്കല്ല എന്നൊക്കെ. മറ്റൊരു കാര്യം സതീശൻ എടുത്തു പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.